അമേരിക്കൻ റോക്ക് ക്ലൈംബറായിട്ടുള്ള അലക്സ് ഹൊണോൾഡ് ഇന്ന് ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. തായ്പേ 101-ൽ 508 മീറ്റർ ഉയരമുള്ള തായ്പേ 101-ൽ റോപ്പിൻ്റെ സഹായമില്ലാതെ വെറും കൈകൾ കൊണ്ട് മാത്രം പിടിച്ചുകൊണ്ട് ഇതിൽ കയറി ചരിത്രം സൃഷ്ടിക്കുവാനാണ് അലക്സ് ഹൊണോൾഡ് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അപകടങ്ങളൊന്നും കൂടാതെ ഈ ഒരു സാഹസിക പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക സാഹസികതയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അതിസാഹസിക ക്ലൈംബിങ്ങിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അലക്സ് ഹൊണോൾഡ് എന്ന 40-കാരൻ ഇന്ന് നമ്മളെയും ലോകത്തെയും മുൾമുനയിൽ നിർത്താൻ പോവുകയാണ്. പതിനായിരക്കണക്കിന് ആളുകളാണ് നമ്മോടൊപ്പം ഇവിടെ അലക്സ് ഹൊണോൾഡിൻ്റെ ഈ സാഹസിക പ്രവൃത്തി നേരിട്ട് കാണുവാനായിട്ട് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. തായ്പേ 101-ൻ്റെ മുന്നിലുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലും ആളുകളുടെ വലിയ തിരക്കുണ്ട്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള എലിഫൻറ്റ് മൗണ്ടൻ പോലുള്ള തായ്പേ 101 കാണാൻ സാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ തടിച്ചുകൂടുകയാണ്. മനുഷ്യൻ സാധാരണയായി ചിന്തിക്കാൻ പോലും ഭയപ്പെടുന്ന ഉയരങ്ങളിലേക്ക് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ ഫ്രീ സോളോ ക്ലൈംബിംഗ് എന്ന അതിസാഹസിക കായിക രംഗത്തിലൂടെ ലോകപ്രസിദ്ധി നേടിയ അലക്സ് ഹൊണോൾഡും തായ്പേ 101 ഇന്ന് ലോക ശ്രദ്ധയുടെ കേന്ദ്രമായി മാറാൻ പോവുകയാണ്. ഇന്നത്തെ ഇവൻ്റ് ലോകം മുഴുവനുള്ള സാഹസിക പ്രേമികൾക്കായിട്ട് നെറ്റ്ഫ്ലിക്സ് ലൈവ് സ്ട്രീമിംഗ് ആണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നതിനായിട്ട് ഒരു ഹെലികോപ്റ്റർ നമുക്കിവിടെ കാണാം. കാണികളെയും ഒപ്പം തന്നെ അലക്സ് ഹൊണോൾഡിനെയും ക്ലോസായിട്ട് വീക്ഷിക്കുന്നതിനാണ് ഈ ഒരു ഹെലികോപ്റ്റർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തായ്വാൻ്റെ 5 ദേശീയ പതാകകൾ നമുക്ക് ഈ തായ്പേ 101 ടവറിൻ്റെ വലതുവശത്തായിട്ട് കാണാം. ഇതാ അങ്ങനെ പതിയെ അലക്സ് ഹൊണോൾഡ് തൻ്റെ സാഹസിക ക്ലൈംബിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷവാനായിട്ടുള്ള അലക്സ് ഹൊണോൾഡിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ കൂളായിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് കാണികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അലക്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒന്നിനെയും ഭയപ്പെടുന്നില്ല. അദ്ദേഹം ഭയത്തെ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അലക്സ് ഹൊണോൾഡിൻ്റെ ക്ലൈംബിങ്ങിലെ ആദ്യത്തെ പ്രതിസന്ധി എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ഓരോ ഇടവേളകളിലുമുള്ള ഈ സൈഡിലെ ഈ ഡിസൈൻ ഒരു തടസ്സമായി വന്നിരിക്കുകയാണ്. നമുക്ക് കാണാം ഇടയ്ക്കിടയ്ക്ക് അലക്സ് ഹൊണോൾഡ് തൻ്റെ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു പൊടി കയ്യിൽ തൂക്കുന്നുണ്ട്. കയ്യിലെ ഈർപ്പം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ഒരു ബെൻഡ് ചെയ്ത് ഒറ്റ കയ്യിലൊക്കെ പിടിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം അള്ളിപ്പിടിച്ച് കയറിപ്പോകുന്നതാണ് നമുക്ക് കാണുന്നത്. ശരിക്കും നമുക്ക് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു രംഗങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിൻ്റെ ഭീകരത. ഇപ്പോൾ തൽക്കാലത്തേക്ക് അദ്ദേഹം ഈ ഒരു ഡിസൈൻ്റെ മറുവശത്താണ്. ക്യാമറാമാനും റോപ്പിൽ തൂങ്ങിക്കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അലക്സ് ഹൊണോൾഡ് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം ഈ ഒരു കോർണർ പിടിച്ചാണ്, ഈ ഒരു മൂല സൈഡിലൂടെയാണ് അദ്ദേഹം പോകുന്നത്. കാരണം പിടിക്കാനും ഗ്രിപ്പ് കിട്ടുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ചവിട്ടി കയറാനുമൊക്കെ ആയിട്ട് എളുപ്പം ഈ കോർണർ വഴി പോകുന്നതായിരിക്കാം. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും തായ്പേ 101-ൻ്റെ ഉള്ളിലും നിന്ന് ആളുകൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലോങ് ഷോട്ട് കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ഭീകരത ശരിക്കും മനസ്സിലാകുന്നത്, എന്തുമാത്രം ഉയരത്തിലാണെന്നുള്ളത്. ഇപ്പോഴും ഒരു 20% മാത്രമേ അലക്സ് എത്തിയിട്ടുള്ളൂ. ഇനിയുമാണ് ഏറ്റവും കഠിനമായ പാതയാണ് ഇനി മുന്നിലുള്ളത്.
ഈ ഡിസൈൻ്റെ ആ ഗ്രിപ്പിൽ പിടിച്ചാണ് അദ്ദേഹം കയറി പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സിനിമകളിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളൂ. സ്പൈഡർമാൻ പോലുള്ള സിനിമകളിലാണ് നമ്മൾ ഇത്തരത്തിൽ ഉള്ള സാഹസിക പ്രവർത്തനങ്ങൾ ഗ്രാഫിക്സുകളുടെയൊക്കെ സഹായത്തോടെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് ഒരാൾ, അതും ഇത്രയും ലോകത്തിലെ ഒരു കാലത്ത് ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്ന 500 മീറ്ററിലധികം ഉയരമുള്ള 101 നിലകളുള്ള തായ്പേ 101 ഇങ്ങനെ കയറുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. തായ്വാൻ്റെ ഈ ടെക്നോളജിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ലോകം ഒരു അമ്പരപ്പോട് കൂടിയാണ് കാണുന്നത്. കാരണം ഇത്രമാത്രം ടെക്നോളജി ഈ ഒരു രാജ്യത്ത്, ഈ ഒരു കുഞ്ഞൻ രാജ്യത്ത്, ശരിക്കും തായ്വാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അത്രമാത്രം വലിപ്പമുള്ള, കേരളത്തെക്കാൾ വലിപ്പം കുറവുള്ള, കേരളത്തെക്കാൾ ജനസംഖ്യ കുറവുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്രയും ലോകത്ത് ഒരു കാലത്ത് ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്ന തായ്പേ 101 തലപൊക്കിയത് എന്നതാണ് ഏറ്റവും വിസ്മയകരമായിട്ടുള്ള കാര്യം. തായ്പേ 101 സംബന്ധിക്കുന്ന ഒരു വിസ്മയകരമായ കാര്യം, ലോകത്ത് ഒരു കാലത്ത് ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്ന തായ്പേ 101 സ്ഥിതി ചെയ്യുന്നത് വർഷം തോറും 100 കണക്കിന് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുന്നേ 7.4 തീവ്രതയിലുള്ള ഭൂകമ്പത്തെ അതിജീവിച്ചതാണ് തായ്പേ 101. ഓരോ വർഷവും 100 കണക്കിന് ഭൂകമ്പങ്ങളെ അതിജീവിക്കുന്നതാണ് തായ്പേ 101. അങ്ങനെ നമ്മൾ ഏകദേശം കണക്ക് കൂട്ടിയാൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 10-20 കൊല്ലത്തെ തായ്പേ 101 ചരിത്രത്തിൽ ഏതാണ്ട് 2000-ലധികം ഭൂകമ്പങ്ങളെ ഇത് അതിജീവിച്ചിട്ടുണ്ട്. അതിന് പറ്റിയ രീതിയിലുള്ള എഞ്ചിനീയറിംഗ് വൈഭവമാണ് തായ്പേ 101 എഞ്ചിനീയറിംഗ് വിസ്മയമാണ് തായ്പേ 101 ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ അലക്സ് മറ്റൊരു മൈൽ സ്റ്റോണിൽ എത്തിയിട്ടുണ്ട്. ഇതുകൂടി കയറിയാൽ ഏതാണ്ടൊരു 60% അദ്ദേഹത്തിന് തായ്പേ 101 കീഴടക്കാൻ സാധിക്കും. അലക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല. അലക്സിൻ്റെ ഭാര്യ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അദ്ദേഹം ഭയങ്കര പോസിറ്റീവാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ട് നമ്മളാരും അനുകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അലക്സ് റൊണാൾഡോ എന്ന് പറയുന്ന ആൾ അതിപരിചയസമ്പന്നനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് 30 വർഷത്തെ പരിശീലനമാണ് അദ്ദേഹത്തെ ഈ ഒരു വലിയ സാഹസിക പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. അങ്ങനെ അലക്സ് ഇപ്പം നമ്മൾ താഴെ നോക്കുമ്പോഴൊരു ഉറുമ്പ് കയറി പോകുന്ന പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ സൂം ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട്, ക്യാമറയിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അലക്സിനെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്നാണ് ഉയരം. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിടിച്ച് കയറുന്നതൊക്കെ പലർക്കും കയറാൻ പറ്റും, പക്ഷേ ഇത്ര ഉയരത്തിൽ കൂടി ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മളുടെ കാല് വിറയ്ക്കുകയും കൈ വിറയ്ക്കുകയും ബോധം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉയരത്തെ പേടിയില്ലാത്ത, ഉയരം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ തലച്ചോറിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകാൻ സാധിക്കുന്നത്. ശരിക്കും തായ്പേ 101 ഒബ്സർവേറ്ററി ഡെക്ക് സന്ദർശിച്ച ആൾക്കാർക്ക് അറിയാൻ സാധിക്കും, ഫാസ്റ്റസ്റ്റ്, ലോകത്തിൽ തന്നെ ഏറ്റവും വേഗം കൂടിയ എലവേറ്ററുകളിലൊന്ന് തായ്പേ 101 മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലാണ് തായ്പേ 101 എലവേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏറ്റവും മുകളിൽ ചെന്ന് 91ാമത്തെ നിലയിൽ നിന്നും താഴേക്കുള്ള കാഴ്ചകൾ തന്നെ പേടിപ്പെടുത്തുന്നതാണ്. നമുക്ക്
സേഫായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ പോലും നമുക്ക് പേടി വരും. അപ്പോൾ ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അറ്റംപ്റ്റാണ് അലക്സ് ഹൊണോൾഡ് ഇവിടെ നടത്തുന്നത്. അങ്ങനെ അലക്സ് ഏതാണ്ട് മുകളിലെത്തി നമ്മളെ അഭിസംബോധന ചെയ്യുകയാണ്. ഏതാണ്ട് ഒരു 75% അദ്ദേഹം ഈ സാഹസിക ഫ്രീ സോളോ ക്ലൈംബിങ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇനിയുള്ള 25% ശരിക്കും പറഞ്ഞാൽ അലക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറാമാൻ എടുക്കുന്ന റിസ്ക്കും നമ്മൾ കാണാതെ പോകരുത്. കാരണം അലക്സിനെ ലോകം മൊത്തം അറിയപ്പെടും. പക്ഷേ ഈ ക്യാമറാമാൻ്റെ പേര് എത്ര പേർക്ക് അറിയാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അലക്സ് തായ്പേ 101 ഇനിയും കീഴടക്കാൻ ഏതാണ്ട് ചുരുങ്ങിയ ഉയരം കൂടി അദ്ദേഹത്തിന് കയറാൻ സാധിക്കുകയാണെങ്കിൽ തായ്പേ 101 കീഴടക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ശരിക്കും അദ്ദേഹം ഒരു റോപ്പ് ഉപയോഗിച്ചാണ് കയറുന്നത്. റോപ്പ് ശരിക്കും അവിടെ പെർമനൻ്റായിട്ട് ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. തായ്പേ 101 ഇപ്പോൾ കയറിയ ഈ ഭാഗമെന്ന് പറയുന്നത് ശരിക്കും ആർക്കും തന്നെ കയറാൻ സാധിക്കാത്ത രീതിയിൽ, ഒരു മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ പോലും അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ വഴുവഴുപ്പുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ജീവിക്കും മുകളിലേക്ക് കയറി അവിടെ കേടുപാടുകളോ കൂടുകളോ ഒന്നും സ്ഥാപിക്കാൻ പറ്റാത്ത രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്ത് മാത്രമാണ് അലക്സ് ഹൊണോൾഡ് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ റോപ്പ് പോലെ എന്തെങ്കിലും ഉപയോഗിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഭാഗത്തും ലാഡർ ഇടത് സൈഡിലായിട്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. എന്നാൽ ആ ഒരു ഏണി ഒന്നും ഉപയോഗിക്കാതെ കൈകൾ കൊണ്ട് മാത്രം അള്ളിപ്പിടിച്ചാണ് അലക്സ് ഹൊണോൾഡ് മുകളിലേക്ക് കയറുന്നത്. ഫ്രീ സോളോ ക്ലൈംബിങ്ങിൽ ഏറ്റവും അധികം ഉയരം ഇതുവരെ ആരും കീഴടക്കാത്ത ഒരു ഉയരമാണ്, റെക്കോർഡാണ് അലക്സ് ഹൊണോൾഡ് കയ്യെത്തിപ്പിടിക്കാൻ പോകുന്നത്. അങ്ങനെ അലക്സ് ഏതാണ്ട് തായ്പേ 101 കീഴടക്കാൻ പോകുന്നു. തായ്പേ 101 അതിൻ്റെ ചരിത്രത്തിൽ, അതിൻ്റെ 20 വർഷത്തെ ചരിത്രത്തിൽ തായ്പേ 101 ആദ്യമായിട്ട് ഒരാൾക്ക് മുന്നിൽ തലകുനിക്കാൻ പോവുകയാണ്. അലക്സ് കീഴടക്കിയിരിക്കുന്നു. തായ്പേ 101 നെറുകയിൽ ചവിട്ടിക്കൊണ്ട് അലക്സ് കീഴടക്കിയിരിക്കുന്നു തായ്പേ 101. ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ, ഒരു ഹെൽമറ്റ് പോലും വെക്കാതെ, ഇതിൻ്റെ മേളിൽ ഹെൽമറ്റ് വെച്ചിട്ട് ഒരു കാര്യമില്ല, എന്നാലും ഒരു ഹെൽമറ്റ് പോലും വെക്കാതെ, ഒന്നിൻ്റെയും സഹായമില്ലാതെ വെറും കൈകൾ കൊണ്ട് അള്ളിപ്പിടിച്ച് ഒരു ഗ്ലൗസ് പോലും അദ്ദേഹം ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അലക്സ് ഇതാ തായ്പേ 101 കീഴടക്കിയിരിക്കുന്നു. ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ, ഒരു റോപ്പോ ഒന്നിൻ്റെയും സഹായമില്ല, ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെ അദ്ദേഹം ഇതാ തായ്പേ 101 മുകളിൽ നിന്നും സെൽഫി എടുക്കുന്നു. ലോകത്തിലെ ഏറ്റവും സാഹസികമായ സെൽഫി എന്ന് നമുക്ക് അലക്സിൻ്റെ ഈ ഒരു സെൽഫിയെ നമുക്ക് വിശേഷിക്കാം. ഇതാണ് എലിഫൻറ്റ് മൗണ്ടനിൽ നിന്ന് തായ്പേ 101 നമ്മളിപ്പോൾ കണ്ട ബിൽഡിങ്ങിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അലക്സ് ഹൊണോൾഡ് പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ ചിന്തകളിലാണ് നമ്മളുടെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്നാണ് അലക്സ് ഹൊണോൾഡ് ഈ ഒരു പ്രവൃത്തിയിലൂടെ, ഈ ഒരു സാഹസിക ക്ലൈംബിങ്ങിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആത്മവിശ്വാസവും കഠിനാധ്വാനം കൊണ്ട് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് അലക്സ് ഹൊണോൾഡ് നമ്മളെ പഠിപ്പിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക.